ഒരു സന്തോഷ വാർത്തയുണ്ട്. പറ. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നതെല്ലാം ദുഃഖ വാർത്തയല്ലേ? ഇടയ്ക്ക് സന്തോഷമുള്ള ഒരു വാർത്തയെ കൂടെ കേക്കട്ടെ. പറ. സന്തോഷം നമുക്കല്ലമ്മേ, മറ്റു ചിലർക്കാ, നമ്മുടെ ശത്രുക്കൾക്ക്. എങ്കി പറയണ്ട. അയ്യോ, അമ്മയോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും അമ്മേ. ഇപ്പോ ഒരുത്തന്റെ വലതുകാലിനൊപ്പം ഇടതുകാലം ചലിച്ചു തുടങ്ങിയെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ലേ? അത് വെറും സംശയമല്ല, അവന്റെ ഇടതുകാലം ചലിക്കുന്നുള്ളത്. ശരിക്കും ചലിക്കുന്നുണ്ടോടാ? കള്ളം പറഞ്ഞ നിന്റെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കുവേ. അതിന് ഞാൻ എന്തിനാ അമ്മയെ കള്ളം പറയുന്നേ? എന്നോട് ദുർഗയെ വിളിച്ച് ഈ വിവരം പറഞ്ഞേ. അവന്റെ വലതുകാലിലെ വിരലല്ലേ ചലിച്ചത്? അപ്പോ ഇടതുകാലം ശരിക്കും പൊക്കാനും താക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? വിരലനങ്ങിയെന്നേ പറഞ്ഞുള്ളൂ. ആ മതിയല്ലോ. ആദ്യം വലതുകാലിന്റെ വിരലനങ്ങി, ഇതാ ഇപ്പൊ ഇടതുകാലിന്റെ കാൽപാദം അനങ്ങി തുടങ്ങി അല്ലേ? അങ്ങനെ വന്നാ ഇനി അവൻ മെല്ലെ വീൽ ചെയറിൽ നിന്ന് എണീക്കത്തില്ലേ അമ്മേ? എടാ, ഈ പറയുന്നതൊന്നും ഒരു കാരണവശാലും നമ്മുടെ കൊച്ചറിയരുത് കേട്ടോ. അറിഞ്ഞു. ഇനിയിപ്പോ മോൾ എന്തൊക്കെ പറയുമോ എന്തോ. നന്നായി, അയാളുടെ വലതുകാലിനോടൊപ്പം ഇടതുകാലും ചലിക്കാൻ തുടങ്ങി. ഇനി നമ്മളൊക്കെ ഭയക്കുന്ന പോലെ അയാൾ മെല്ലെ എഴുന്നേക്കും, നടക്കും, ലക്ഷ്മിയുടെ കൈ പിടിച്ച്. എന്ന് വെച്ചാ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയ ഒരാളുടെ വീൽ ചെയർ തള്ളാനാ ഒരുത്തിയെ എനിക്കൊപ്പം അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ അവൾ ആഗ്രഹിച്ചൊക്കെ നേടിക്കൊണ്ടിരിക്കുക. എന്റെ മോളെ, ഇടത് കാൽപാദവും വലത് കാൽപാദവും ഒക്കെ അനങ്ങിന്ന് വെച്ച് അവന്റെ അരക്കെട്ടിന് താഴോട്ട് സ്വാധീനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവൻ ഈ ജന്മം നടക്കാനും പോകുന്നില്ല. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, അയാള് വളരെ നേരത്തെ എഴുന്നേറ്റ് നടക്കേണ്ട ആളാ. ഉണ്ണിയേട്ടന്റെ അമ്മയും അമ്മാവനും കൂടെ മരുന്ന് മാറ്റി കൊടുത്തതുകൊണ്ടാ അയാള് പഴയപടി ആവാതിരുന്നത്. ഇപ്പോ തോമസ് വൈദ്യര് കൊടുക്കുന്ന മരുന്ന് കൃത്യമായിട്ട് അയാളുടെ ശരീരത്തിൽ പിടിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ടാ ഈ കാണുന്നതൊക്കെ. അങ്ങനെയെങ്കിൽ ചലനമറ്റ അയാളുടെ വലതുകാലും ഇടതുകാലും ഇനി ചലിച്ചു തുടങ്ങും. അയാള് നന്നായിട്ട് നടക്കും. അത് ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ലോട്ടറിയൊന്നും അല്ല. അവള് സ്വപ്നം കാണാത്ത ഭാഗ്യമാ അവൾക്ക് കൈ വന്നിരിക്കുന്നത്. നടക്കുന്ന കണ്ണനൊപ്പം നടക്കുന്ന ലക്ഷ്മി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാ. അങ്ങനെ ഒരു കാഴ്ച കാണുന്നതിന് മുൻപ് കണ്ണനെയും മഹാലക്ഷ്മിയും എങ്ങനെയെങ്കിലും ഒന്ന് വേർപിരിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി ഒരുപാട് തവണ ഞാനും മേഘനും ഒക്കെ ശ്രമിച്ചതല്ലേ മോളെ, നടക്കാത്തോണ്ടല്ലേ? മോളെ, മണ്ടന്മാരോട് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെ ഏതു നേരവും പറയും നിന്റെ കെട്ടിയവനൊരു മണ്ടനാന്ന്. കെട്ടിയവൻ മാത്രമല്ല, ജനിപ്പിച്ചവനും മണ്ടന. ഇത്തരം മണ്ടന്മാർക്കിടയിൽ കിടന്ന് പുകഞ്ഞ് തീരാനാ മോളെ നമ്മുടെയൊക്കെ വിധി. അവന്റെ ഇടതുകാലം കൂടെ ചലിച്ചെന്നുള്ള വാർത്ത എന്റെ കുഞ്ഞിന്റെ നെഞ്ചിലാണ് തറച്ചത്. എനിക്കും അങ്ങനെ തന്നെയാ മോളെ. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കാണടാ. മേഘൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. അടുത്ത മണ്ടന്റെ പേര് പറയുവായിരുന്നു. എടാ, അവന് നീളോ മണ്ടമൊക്കെ ഉള്ളൂ. ആ മാർക്കോയെ മറ്റേ വന്നാലേ അവൻ നിന്നടുത്ത് തന്നെ നിന്ന് തല്ലുള്ളൂ. ഇപ്പൊ ആ മാർക്കോയെ പേടിച്ച് നടക്കേ ആ മൂട്ടാളൻ. ഒരുത്തനിപ്പൊ സ്വർണ്ണ നെക്ലസ് കൊടുത്ത് മോളെ പരിച്ചിട്ട് പോയതേ ഉള്ളൂ. അതിന്റെ കൂടെയാ ഇടുത്തി പോലെ ഇത്തരം വാർത്ത കൊണ്ട് അവൻ ഓടി വന്നിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാ അത് നിനക്ക് നിന്റെ മനസ്സിൽ തന്നെ വെച്ചൂടെ? അത് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നത്? ഞാനിത് പറഞ്ഞില്ലെങ്കിലും എപ്പോഴാണെങ്കിലും
അമ്മയും മോളും ഒക്കെ ഇത് അറിയത്തില്ലേ അമ്മേ? ആ, അറിയുമ്പോ അറിഞ്ഞോട്ടെന്നേ. അതിനു മുമ്പ് നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞ് എന്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തുന്നേ?